ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ അനുപ്രശംസവും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 26 റൗണ്ടുകൾ മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രീമിയർ ലീഗിന്റെ പോക്ക് എങ്ങോട്ടാണ്, ടൈറ്റിൽ ആരടിക്കാനാണ് ചാൻസ് കൂടുതൽ എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അവസാനം നടന്ന 26ാം റൗണ്ടിൽ കുറച്ച് ടെസ്റ്റുകൾ നടന്നിട്ടുണ്ട്. ആ ടെസ്റ്റുകൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വീണ്ടും കോമ്പറ്റീഷന്റെ ആ ഒരു ലെവല് വീണ്ടും നമ്മൾ പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ബാഴ്സലോണയുടെ മത്സരം ആ ഒരു ഗംഭീര 4-0 തോൽവിയിൽ മുങ്ങിപ്പോയൊരു മത്സരമുണ്ടായിരുന്നു. ബേൺഫോർഡും ആഴ്സണലും തമ്മിൽ. ബേൺഫോർഡിന്റെ ഹോം ഗ്രൗണ്ട് വെച്ച് ആഴ്സണൽ 1-1 സമനിലയിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യാണ്. വീണ്ടും പെപ്പിന്റെ മാഞ്ചസ്റ്റർ സിറ്റി ആഴ്സണലായിട്ടുള്ള ലീഡ് 4 കുറച്ചിരിക്കുകയാണ്. 26 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 57 പോയിന്റുമായിട്ട് ആഴ്സണലാണ് തലപ്പത്തുള്ളത്. രണ്ടാം സ്ഥാനത്തുള്ള 26 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 53 പോയിന്റുമായിട്ട് സിറ്റി തൊട്ട് പുറകിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ആഴ്സണലിനോട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങിയാൽ ചിലപ്പോൾ ഇനി മത്സരങ്ങൾ ആകെ 12 മത്സരങ്ങളെ ബാക്കിയുള്ളൂ. 1-2 കളി സമനിലയോ അല്ലെങ്കിൽ ഒരു തോൽവി മതി ടൈറ്റിൽ പോകാൻ വേണ്ടിയിട്ട്. നല്ല ലീഡ് ഉണ്ടായിരുന്നു, 9 പോയിന്റ് ലീഡൊക്കെ ഉണ്ടായിരുന്നതാണ്. ആഴ്സണൽ കളഞ്ഞു കുടിച്ചു. അതേപോലെ തന്നെ നിർണായകമായ 2-3 മത്സരങ്ങൾ കൂടെ ചെൽസി പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് മുകളിലേക്ക് കയറി വരാനുള്ള ഭയങ്കര സുവർണ്ണ അവസരമായിരുന്നു, അതും പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. ചങ്ങായിയുടെ മുടി വെട്ടിക്കാനും പറ്റിയില്ല, ഇവിടെയാണ് കളി ജയിക്കാനും പറ്റില്ലാത്തുള്ള അവസ്ഥയിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കഴിഞ്ഞ ലാസ്റ്റ് മത്സരം അവസാനിപ്പിച്ചത്. എന്താ പറഞ്ഞാൽ അവസാന സ്ഥാനക്കാരായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഞാൻ വീഡിയോക്ക് മുമ്പേ പറഞ്ഞു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കാലിടണം എന്നുള്ളതിൽ. പക്ഷെ ഒരു പരിധി വരെയൊക്കെ അവർ ട്രൈ ചെയ്തു. അവർക്ക് ഓവർ കോൺഫിഡന്റ് ആയോ എന്താണെന്നറിയില്ല. കളിയിൽ 1-1 സമയത്ത് ഒരുപാട് ചാൻസുകൾ ബ്ലോക്ക് ചെയ്തു, ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആ അവസാനത്തെ 4 മത്സരങ്ങളിൽ തികച്ചും വ്യത്യസ്തമായിട്ടായിരുന്നു 5ാമത്തെ മത്സരം ഇറങ്ങിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഞാൻ ആ വീഡിയോയിൽ ഞാൻ കുറേ അതിനെക്കുറിച്ച് വിലയിരുത്തിയിട്ടുണ്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കഴിഞ്ഞ റൗണ്ടിലെ മത്സരങ്ങളെ കുറിച്ച് നമുക്ക് വിലയിരുത്തി നോക്കിക്കഴിഞ്ഞാൽ 26ാമത്തെ റൗണ്ടിൽ ആദ്യ മത്സരം നോക്കുകയാണെങ്കിൽ ചെൽസി വിസസ് ലീഡ്സ് യുണൈറ്റഡ് ആണ്. ചെൽസിയുടെ ഹോം ഗ്രൗണ്ട് വെച്ച് നടന്ന മത്സരത്തിൽ 2-2 സമനില. ഫസ്റ്റ് ഹാഫിൽ 2 ഗോളുകൾ ലീഡ് ചെയ്ത ശേഷം സെക്കൻഡ് ഹാഫിൽ ലീഡ്സ് യുണൈറ്റഡിന്റെ തിരിച്ചുവരവാണ് കണ്ടത്. ലീഡ്സ് യുണൈറ്റഡ് ഒക്കെ റിലിഗേഷൻ സോണിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബാണ്. ടേബിൾ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും അവസാനം കിടക്കുന്ന ക്ലബ്ബാണ്. പക്ഷേ ഭയങ്കര ഒരു ഫൈറ്റ് കൊടുത്തിട്ട് അവർ തിരിച്ചു വരികയാണ് ചെയ്തത്. 2-2 സമനിലയിൽ ചെൽസിയെ തളിക്കാതെ ചെൽസി 2 പോയിന്റാണ് ഡ്രോപ്പ് ചെയ്ത്. അവർക്ക് 4ാം സ്ഥാനത്തിലേക്ക് കയറുന്ന സുവർണ്ണ അവസരമായിരുന്നു. പക്ഷേ അവര് ആ ഒരു പോയിന്റ് ഡ്രോപ്പ് ചെയ്തതോടുകൂടി അവസാന നിമിഷത്തിൽ കോൾ പാർമറിന് കിട്ടിയ ഒരു കിടിലൻ ചാൻസ് മുതലാക്കിയിരുന്ന ചെൽസി 3-2 വിജയിക്കായിരുന്നു. എമ്മാതിരി ചാൻസ് ആണോ! ആ ചാൻസ് മിസ്സാക്കിയത് ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഈ സീസണിൽ തന്നെ ഏറ്റവും സുവർണ്ണ അവസരമാണ് മിസ് ചെയ്തതെന്ന് പറയാൻ പറ്റും. ജസ്റ്റ് ആള് ടച്ച് ചെയ്തില്ല, വെറുതെ ഒന്നാൽ കൂടി ആ കാലിൽ തട്ടി ബോൾ ഉള്ളിലേക്ക് പോകേണ്ടതിനാണ് ടച്ച് ചെയ്തിട്ട് ബോളിലൂടെ വിട്ടത്, ക്രോസ് ബാറിന്റെ ബോളിലൂടെ പോയത്. എന്താ ചെൽസി ആരാധകർക്കും അവരുടെ കോച്ചിനും അവരുടെ ബെഞ്ചിനും ഒന്നും വിശ്വസിക്കാനാവാതെ വായിൽ കൈവച്ച് നിൽക്കായിരുന്നു. അമ്മാതിരി കിടിലൻ ചാൻസ് ആയിരുന്നു കിട്ടിയത്, മുതലാക്കാൻ പറ്റിയില്ല. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ എവർട്ടന് 1-2 ബോൺമൗത്ത് എവർട്ടന്റെ ഹോം ഗ്രൗണ്ട് ഒന്ന് പരാജയപ്പെടുത്താണ്. അതിന്റെ അടുത്ത മത്സരം ന്യൂകാസിൽ യുണൈറ്റഡ് ടോട്ടൻഹാം ഹോട്ട്സ്പർ ആയിട്ടുള്ളത്. ടോട്ടൻഹാം ഹോട്ട്സ്പറിന്റെ ഹോം ഗ്രൗണ്ട് വെച്ച് നടന്ന മത്സരത്തിൽ ന്യൂകാസിൽ യുണൈറ്റഡ് 2-1 വിജയിച്ചു. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ഹാം യുണൈറ്റഡിന്റെ ഹോം ഗ്രൗണ്ട് വെച്ച് നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 1-1 സമനിലയിൽ. ഈ മത്സരത്തെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, വീഡിയോ കാണാത്തവർ അതൊന്ന് പോയി കാണാം. എന്താന്ന് പറഞ്ഞാൽ തുടർച്ചയായ 5 കളികൾ ജയിച്ചാൽ ആ ചങ്ങായുടെ എല്ലാറ്റിന്റെ തല അങ്ങോട്ട് മൊട്ട അടിക്കും എന്ന് പറഞ്ഞിട്ടൊക്കെ എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ട് ലോകം മൊത്തം ഉറ്റുനോക്കിയ ഒരു മത്സരമായിരുന്നു. പക്ഷെ സംഭവം നടന്നില്ല. എന്തായാലും തോൽവി അറിയാതെ 5 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ചങ്ങായി. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഈ സീസണിലേക്ക്. ഇപ്പോഴും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആരാധകർക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടിക്കുന്നുള്ള ലെവലിലേക്കൊക്കെ സംസാരങ്ങൾ തുടങ്ങി. അതാണ് അവസാനത്തെ 5 മത്സരങ്ങളുടെ 10 മത്സരത്തിൽ ഒരു സമനിലയും 4 വിജയമാണ്. അവർക്ക് ആഗ്രഹിക്കാം ഇനിയും 12 മത്സരങ്ങളുണ്ട്. 12 മത്സരങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് വിജയിക്കുകയാണെങ്കിൽ അത് മനുഷ്യരെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള കാര്യം. സാധിക്കുകയാണെങ്കിൽ ആ ചങ്ങായിയുടെ മുടിയല്ല തലയുടെ വെട്ടികൾ എന്തായാലും 12 മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയി ജയിക്കുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ആസ്റ്റൺ വില്ല 1-0 ബ്രൈറ്റനായിട്ട് വിജയിച്ചിട്ട് അവർ 3 പോയിന്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. കാരണം ടൈറ്റിൽ റേസിൽ 7 പോയിന്റ് വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. 50 പോയിന്റാണ് ആസ്റ്റൺ വില്ലയ്ക്കുള്ളത്. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ നെത്തിങ്ഹാം ഫോറസ്റ്റും വോൾസും തമ്മിലുള്ള അവസാനക്കാർ തമ്മിലുള്ള മത്സരത്തിൽ 0-0 സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ്. അടുത്ത മത്സരം നോക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുൾഹാമിനെ 3-0 അവരുടെ ഹോം ഗ്രൗണ്ടിലിട്ട് പണിക്കും. ഫസ്റ്റ് ഹാഫിൽ തന്നെ ഏകദേശം തീരുമാനമായി 3 ഗോളിന്റെ. ഞാൻ വിളിച്ചിട്ട് 8 ഗോളൊക്കെ വീണെന്ന് വിചാരിച്ചു ഫുൾഹാമിന്. പക്ഷെ അവര് ആ ഒരു ഗംഭീര തിരിച്ചുവരവിലാണ് മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടൈറ്റിൽ റേസിന് 4 പോയിന്റുള്ള ആഴ്സണലായിട്ട് വ്യത്യാസം. ഒരു കളി ആഴ്സണലിനെ കാലടറി കഴിഞ്ഞാൽ തീർന്നു. അപ്പൊ ഇനിയാണ് ആഴ്സണൽ കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത്. എന്താ കാരണം മാഞ്ചസ്റ്റർ സിറ്റി തൊട്ട് പുറകിലുണ്ട്. അതെപ്പോഴും ആഴ്സണലിന് ഒരു പ്രശ്നം തന്നെയാണ്. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ബേൺലി 3-2 ക്രിസ്റ്റൽ പാലസിനെ പരാജയപ്പെടുത്തി. ക്രിസ്റ്റൽ പാലസിന്റെ ഹോം ഗ്രൗണ്ട് വെച്ചിട്ട് കിട്ടില്ല മത്സരമായിരുന്നു അത്. എന്താ പറഞ്ഞാല് ഈ ഒരു 26 റൗണ്ടിലെ ഏറ്റവും ടോപ്പ് മത്സരം പറഞ്ഞാൽ ഈ ഒരു മത്സരമാണ്. അമ്മാതിരി ഫൈറ്റ് ആയിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ലിവർപൂൾ സണ്ടർലാൻഡിനെ 1-0 പരാജയപ്പെടുത്തി. സണ്ടർലാൻഡിന്റെ ഹോം ഗ്രൗണ്ട് വെച്ച് ഈ സീസണിലെ അവരുടെ ആദ്യത്തെ തോൽവിയാണ് ആലോചിക്കണം.
അൺബീറ്റൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സണ്ടർലാൻഡ് അവരുടെ ഹോം ഗ്രൗണ്ടിൽ. 10ഓളം സമനിലകളാണ് അവർ നേടിയിട്ടുള്ളത് ഈ സീസണിൽ. സണ്ടർലാൻഡ് റെലിഗേഷൻ സോണിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ട് അവർ ഒരുപാട് 130 മില്യണോളം ചിലവാക്കിയിട്ട് കുറേ 10-15 പ്ലെയേഴ്സിനെ സൈൻ ചെയ്തിട്ടാണ് ഒരു പുതിയൊരു ക്ലബ്ബ് അവർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ എന്തൊക്കെ തെളിയിക്കാനുള്ള ഒരു ഇതിൽ തന്നെ വന്നിട്ടുള്ളത്. ഞാൻ സണ്ടർലാൻഡിന് വേണ്ടി ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അവർ ഈ അവസാന മത്സരങ്ങളിൽ അവരുടെ ചെറിയൊരു കോമ്പറ്റീഷൻ ഒന്ന് കുറവാണെന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ അവർ ഈ ഒരു 12 മത്സരങ്ങൾ കഴിയുമ്പോൾ ഒരു 10ൻ്റെ ഉള്ളിൽ എന്തായാലും ഉണ്ടായി സീസണിൽ. അപ്പോൾ അത്രയും എന്താ പറഞ്ഞാൽ ഇവരുടെ മെയിൻ പോളിസി തന്നെ ഡിഫൻസ്. ഒരു ഗോൾ വഴങ്ങാതെ ഡിഫെൻഡ് ചെയ്യുക, ഗോൾ വഴങ്ങിയ ശേഷം തിരിച്ചടിക്കാൻ ശ്രമിക്കുക, അങ്ങനെ കുറേ മത്സരങ്ങൾ നടന്നിട്ടുണ്ട്, കമ്പാക്ക് നടത്തിയിട്ടുണ്ട്, സമനിലകളും അതേപോലെ കമ്പാക്ക് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത മത്സരയ്ക്ക് വരികയാണെങ്കിൽ എല്ലാവരും ഒറ്റ നോക്കി ആഴ്സണൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുമെന്ന് കാത്തിരുന്ന മത്സരമായിരുന്നു. തീർച്ചയായിട്ടും അവർ 1-1 സമനിലയിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ ഒരു 1-1 സമനിലയിൽ പിരിഞ്ഞത്. ബേൺഫോർഡിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ കിട്ടലും പെർഫോമൻസ് ആയിട്ട് ബേൺഫോർഡിന്റെ ആ ഒരു അറ്റാക്കിങ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ റയ എന്ന ഗോൾ കീപ്പറും ഭാഗ്യമുള്ളത് കൊണ്ട് മാത്രം കളിച്ചില്ലായിരുന്നു. അല്ലെങ്കിൽ ആഴ്സണൽ പരാജയപ്പെടുന്ന ഫസ്റ്റ് ഹാഫിലൊന്നും തീരെ മങ്ങിയ കളിയായിരുന്നു ആഴ്സണൽ. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ആ ഗോള് സ്കോർ ചെയ്തു എന്നുള്ള കാര്യത്തിൽ അവർ ഇടുന്നത്. പക്ഷേ തിരിച്ചവർ ഗോൾ അടിച്ചു. പിന്നെ തലങ്ങും ആക്രമണങ്ങളായിരുന്നു. അങ്ങനെ കിടിലൻ പെർഫോമൻസിലൂടെ ആഴ്സണലിന്റെ പോയിന്റ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. വേൾഡിലാണെങ്കിൽ മുകളിലേക്ക് കയറി വരും ചെയ്തു. 26 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 17 വിജയവും 6 സമനിലയും 3 തോൽവിയടക്കം 57 പോയിന്റുമായി ടോപ്പിൽ തന്നെയാണ് ഇവരുള്ളത്. 50 ഗോളുകൾ അടിച്ചു കൂട്ടിയപ്പോൾ 18 ഗോളുകളാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വഴങ്ങിയിട്ടുള്ളത്. ഇവർ ചാമ്പ്യൻസ് ലീഗിലും ടോപ്പിൽ നിൽക്കുന്നുണ്ട്. കർബാവ് കപ്പിൽ ഫൈനലെത്തി നിൽക്കുന്നുണ്ട്. FA കപ്പിൽ ഇപ്പോൾ കഴിഞ്ഞ മത്സരം ജയിച്ചിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിയാണ് 2ാം സ്ഥാനത്തുള്ള 26 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 16 വിജയവും 5 സമനിലയും 5 തോൽവിയടക്കം 53 പോയിന്റ്. ജസ്റ്റ് 4 പോയിന്റ് വ്യത്യാസമുള്ളൂ. ഒരു തോൽവി ഒരു സമനിലയും മതി എപ്പോത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ 54 ഗോളുകൾ അടിച്ചപ്പോൾ 24 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. ആസ്റ്റൺ വില്ലയാണ് 3ാം സ്ഥാനത്തുള്ളത്. ആസ്റ്റൺ വില്ലയുടെ കുതിപ്പ് ഇന്നലെ FA കപ്പിലൊക്കെ അവസാനിച്ചു. പക്ഷേ ഇന്ന് കിടിലൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് തിരിച്ചു വരാൻ വേണ്ടിയാണ് 26 മത്സരം കംപ്ലീറ്റ് ചെയ്തപ്പോൾ 15 വിജയവും 5 സമനിലയും 6 തോൽവി അടക്കം 45 പോയിന്റുമായിട്ട് അവർ തിരിച്ചു വന്നിരിക്കുകയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെന്നു 4ാം സ്ഥാനത്തുള്ളത്. 26 മത്സരം കംപ്ലീറ്റ് ചെയ്തപ്പോൾ 12 വിജയവും 8 സമനിലയും 6 തോൽവി അടക്കം 45 പോയിന്റുമായിട്ട്. തൊട്ട് പുറകിൽ ചെൽസിന്റെ ഒരൊറ്റ പോയിന്റ് വ്യത്യാസത്തിൽ 26 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തു 12 വിജയവും 8 സമനിലയും 6 തോൽവി അടക്കം 44 പോയിന്റുമായിട്ട് 6ാം സ്ഥാനത്താണ് ലിവർപൂളിൽ. ലിവർപൂൾ 26 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തു 12 വിജയവും 6 സമനിലയും 8 തോൽവി അടക്കം 42 പോയിന്റുമായിട്ട്. പോയിന്റ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഈ 3, 4, 5 സ്ഥാനക്കാരൊക്കെ ആയിട്ട്. അടുത്ത സ്ഥാനം നോക്കുകയാണെങ്കിൽ ബേൺഫോർഡ് ആണ്. 26 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തു 12 വിജയവും 4 സമനിലയും 10 തോൽവി അടക്കം 40 പോയിന്റുമായിട്ട് അവർ 7ാം സ്ഥാനത്തുണ്ട്. 8ാം സ്ഥാനത്തുള്ള എവർട്ടൺ ആണ്. 26 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് 10 വിജയവും 7 സമനിലയും 9 തോൽവി അടക്കം അവർ 37 പോയിന്റുമായിട്ട് 8ാം സ്ഥാനത്ത്. ബേൺമൗത്ത് ആണ് 9ാം സ്ഥാനത്തുള്ള. അവർക്ക് 37 പോയിന്റ് തന്നെയാണ് 26 മത്സരം കംപ്ലീറ്റ് ചെയ്തപ്പോൾ. ന്യൂകാസിൽ 10ാം സ്ഥാനത്തുണ്ട്. 26 മത്സരം കംപ്ലീറ്റ് ചെയ്തപ്പോൾ 10 വിജയവും 6 സമനിലയും 10 തോൽവി അടക്കം 36 പോയിന്റുമായിട്ട്. സണ്ടർലാൻഡ് 36 പോയിന്റായിട്ട്, ഫുൾഹാമിന്റെ 34 പോയിന്റുമായിട്ട്, ക്രിസ്റ്റൽ പാലസ് ഉണ്ട് 32 പോയിന്റുമായിട്ട്. ഇങ്ങനെ ഏതാക്കണം താഴെ കിടക്കണം. അപ്പോൾ ഈ ഒരു 4ാം സ്ഥാനത്തേക്ക് ഇപ്പോഴും മത്സരങ്ങൾ അവസാനിച്ചിട്ടില്ല. 4ാം സ്ഥാനത്ത് കിഡിലോസ്കി പോരാട്ടമാണ്. അപ്പോൾ എന്തായാലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞാൽ ക്വാർട്ടർ ഫിനിഷിലേക്ക് തന്നെ പോകാം. മിക്കവാറും മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും തമ്മിലുള്ള അവസാനങ്ങളിൽ നല്ല കിഡിലൻ ഫൈറ്റ് ആയിരിക്കും നടക്കാൻ പോകുന്നത്. അതിൽ ഇനി ആഴ്സണലും സിറ്റിയും തമ്മിലുള്ള മത്സരങ്ങളൊക്കെ വരാനുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അതിലൊക്കെ ആയിരിക്കും വിധി നിർണ്ണയിക്കാൻ പോയി. ഇനി 12 മത്സരങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട് ഇംഗ്ലീഷ് പ്രീമിയറിലെ ടൈറ്റിൽ ആരടിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്ന. ഫുട്ബോൾ ലോകത്തെ പുതിയ സെഷനുകൾ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.